2025 തെരഞ്ഞെടുപ്പിൽ പെട്ടെന്നൊരു ജാതിരഹിത സമൂഹം ബീഹാറിൽ ഉടലെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അർത്ഥമില്ല. ബീഹാറിൻ്റെ ഒരു 90-99% മേഖലകളിലും ഈ ജാതി അടിത്തറ എന്നുള്ളത് അതിശക്തമാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ എക്കാലത്തും ജാതിക്കും ഉപജാതികൾക്കുമൊക്കെ വലിയ പ്രസക്തിയാണുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പ് വിശകലനവും നമ്മൾ നടത്തുമ്പോഴും അവിടെയൊക്കെ ജാതിയും ഉപജാതിയുമൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. ജാതിരഹിത ബീഹാറിനെ കുറിച്ചുള്ള ചർച്ചകളും ചില കോണുകളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോറിനെ പോലുള്ള നേതാക്കൾ, ചിരാഗ് പാസ്വാനെ പോലുള്ള നേതാക്കളൊക്കെ ഈ ജാതിരഹിത ബീഹാറിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ, അവരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ സങ്കീർണമായൊരു വിഷയമാണിത്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി എന്നോടൊപ്പം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫായ മനോജ് മേനോൻ ഒപ്പമുണ്ട്. മനോജ്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് ജാതിരഹിത ബീഹാർ എന്നുള്ളത്. പക്ഷേ ഇത് ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് മേഖലയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ്, ഇതിലേക്കൊക്കെ എത്തുമോ? ബാലു, ജാതി മാത്രമല്ല, ഉപജാതികളും വളരെ നിർണായകമായ ഒരു മേഖലയാണ് ബീഹാർ എന്ന് പറയുന്നത്. ജാതിയോ ഉപജാതികളോ തന്നെയാണ് ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷവും അതുപോലെ തന്നെ രാഷ്ട്രീയ അന്തരീക്ഷവും ഒക്കെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ജാതി എന്ന് പറയുന്നത് രൂഢമൂലമാണ്. ഇവിടുത്തെ അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ജാതി രൂഢമൂലമാണ്. അതിനകത്തൊരു മറച്ചുവയ്ക്കൽ ബീഹാറിൻ്റെ മേഖലയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ജാതി ഘടന ഒഴിവാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് താൽക്കാലം ഇപ്പോൾ നിലവിൽ വരെ ഒരു നിലനിൽപ്പില്ല. കാരണം എല്ലാ പാർട്ടികളും ജാതി ഘടന നിശ്ചയിച്ചുകൊണ്ടാണ്. ഓരോ ജാതിക്കും ഉപജാതിക്കും എല്ലാം രാഷ്ട്രീയമുണ്ട്, അവർക്ക് അവരുടേതായ നേതാക്കളുണ്ട്, അവർക്ക് അവരുടേതായ വോട്ട് ബാങ്കുകളുണ്ട്. ഇതിനെ സമാഹരിച്ചുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ഇതിനെ സമവാക്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ബീഹാറിലെ രാഷ്ട്രീയം നിലനിൽപ്പുള്ളൂ, ഈ സാഹചര്യത്തിൽ നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ ജാതി സർവേ 2022 ജാതി സർവേ പോലും ഈ കണ്ടെത്തിയിട്ടുള്ള ചില നിഗമനങ്ങളുണ്ട്. ആ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2025 രാഷ്ട്രീയ ചേരുവകൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ ചേരുവകൾക്ക് മാറ്റം വരുത്തുന്നു എന്ന് പറയുമ്പോൾ ജാതിരഹിതമല്ല, ജാതിയിൽ നിലനിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളെ 2025 പൊളിച്ചു പണിഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചാൽ അറിയാവുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ പ്രശാന്ത് കിഷോറും അതുപോലെ തന്നെ ചിരാഗ് പാസ്വാനും ഒക്കെ ഈ ജാതിരഹിത ബീഹാറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത്? കാരണം ഇതൊരു കാൽപ്പനികമായ, ബീഹാറിനെ സംബന്ധിച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ ജാതിരഹിത സമൂഹം എന്നുള്ളത് വളരെ കാൽപ്പനികമായൊരു സങ്കല്പം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ യാഥാർത്ഥ്യം എന്നുള്ളത് ജാതി അടിത്തറയിൽ തന്നെയാണ്. ഇത് 1920കളിൽ തുടങ്ങിയതാണ് ജാതിപരമായിട്ടുള്ള മൂവ്മെൻറ്റ്. ജാൻവി എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബ്രാഹ്മണിക്കൽ ഓർഡറിനെതിരെ ഇവിടെ യാദവരും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്ക വിഭാഗങ്ങളും നടത്തിയിട്ടുള്ള ഒരു വലിയ സമരമായിരുന്നു ബ്രാഹ്മണിക്കൽ ഓർഡറിനെതിരെ. അത് വലിയൊരു കലാപമായി മാറി. അതിനുശേഷം 1970കളിൽ ഈ പറഞ്ഞതുപോലെ കർപ്പൂരി താക്കൂറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ കൊണ്ടുവന്നിട്ടുള്ള ജാതി സംവരണ പ്രഖ്യാപനങ്ങൾ, അതിനുശേഷമുള്ള തുടർ നടപടികൾ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ജാതി ഘടനയ്ക്ക് സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്ന്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം നിലനിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് പിന്നീട് സ്വത്വ രാഷ്ട്രത്തിലേക്ക് പോകാനുള്ള വഴി തുറക്കുന്ന ചില ഘടകങ്ങളായിരുന്നു. പ്രത്യേകിച്ച് 90കളിൽ, മണ്ഡലകാലത്തുണ്ടായിട്ടുള്ള 90കളിലെ രാഷ്ട്രീയം, ഇതും ജാതി ധ്രുവീകരണത്തിന് കാരണമായി. സ്വത്വ രാഷ്ട്രീയത്തിന് കുറെ കൂടി ഊന്നൽ നൽകി. പിന്നീട് വന്ന ലാലു പ്രസാദ് യാദവ് ആവട്ടെ, അതുപോലെ തന്നെ നിതീഷ് കുമാർ ആവട്ടെ, ഇവരെല്ലാവരും തന്നെ ഈ ജാതിഘടനയെ തന്നെയാണ് സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയവും ഭരണവും ഒക്കെ നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് 2025 തെരഞ്ഞെടുപ്പിൽ പെട്ടെന്നൊരു ജാതിരഹിത സമൂഹം ബീഹാറിൽ ഉടലെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അർത്ഥമില്ല. മാറ്റം ഉണ്ടാകുന്നുണ്ട് ചെറുപ്പക്കാർക്കിടയിൽ. ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു ജാതിരഹിത സമൂഹം എന്നുള്ള ഒരു പ്രചരണം മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സ്ലോഗൻ മുന്നോട്ട് വയ്ക്കാൻ ഈ പറഞ്ഞ പോലെ പ്രശാന്ത് കിഷോറിനും അതുപോലെ തന്നെ ചിരാഗ് പാസ്വാനും പോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾക്ക് സാധിക്കും. അതിൻ്റെ ഒരു തുടക്കം ഇക്കുറി തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ഡിബേറ്റിനകത്തേക്ക്, പതിവ് ഡിബേറ്റിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ജാതിരഹിത സമൂഹം എന്നുള്ളൊരു സങ്കല്പം കൂടി മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോറിന് നഗരകേന്ദ്രങ്ങളിലാണ് പ്രശാന്ത് കിഷോറിന് കുറേയെങ്കിലും ഒരു സപ്പോർട്ട് ഞാൻ കണ്ടത്. ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ കാര്യമായിട്ടൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ പ്രശാന്ത് കിഷോറിൻ്റെ അനുയായികളെ കാര്യമായ തോതിൽ കാണാനോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രശാന്ത് കിഷോറിൻ്റെ അക്കാഡമിക് സമൂഹത്തിൻ്റെ മുന്നിലാണ്, വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ്, യുവാക്കൾക്ക് മുന്നിലാണ് പ്രശാന്ത് കിഷോറിന് കുറെ കൂടി സ്വീകാര്യത കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സമൂഹത്തിനിടയിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു സ്വാധീനം, ഈ ജാതിരഹിത സങ്കല്പം എന്നുള്ള സ്വാധീനം രൂപപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. അതിനപ്പുറം ബീഹാറിൻ്റെ ഒരു 90-99% മേഖലകളിലും ഈ ജാതി അടിത്തറ എന്നുള്ളത് അതിശക്തമാണ്. മനോട്ടം പറഞ്ഞതുപോലെ
വ്യക്തിപരമായ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ 2010 ഈ തെരഞ്ഞെടുപ്പ് ഞാൻ അവസാനമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് 2010 അന്ന് ഓരോ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഏത് ജാതി ആർക്ക് വോട്ട് ചെയ്യും, ജാതി സമവാക്യങ്ങൾ, ഇതൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പിലേക്ക് വലിയ വിഷയമായിരുന്ന് ചർച്ച ചെയ്തിരുന്നത്. ഇപ്പോഴും അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കാര്യം, ഈ ജാതിരഹിത ബീഹാറിനെ കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളുമൊക്കെ ഉയർന്നു വരുന്നു എന്നതാണ് വലിയൊരു പ്രത്യേകത. അത് കാൽപ്പനികമാണോ, അത് യാഥാർത്ഥ്യമാണോ, ചെറുപ്പക്കാരെ അത് സ്വാധീനിക്കുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു വലിയ ചുവടുവെപ്പ്, ചെറുതാണെങ്കിലും ഒരു വലിയ ചുവടുവെപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും.